ഒരു ബഡ്ജറ്റിംഗ് നിങ്ങൾ നടത്തിയിട്ട് അലോക്കേഷൻ ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇതിൽ ഈ ഒരു അലോക്കേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാവരും തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകളോ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അതിനു മുമ്പ് 2 രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ 2 രീതിയിലുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കമ്പൽസറി ആയിട്ടൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ സ്വയം ഒരു ഇൻഷുറൻസ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഫിനാൻഷ്യലി നിങ്ങൾ ഡിപ്പെൻഡ് ആയിരിക്കുന്നത് ആരൊക്കെയാണോ അപ്പോൾ അവരെ കൂടി നിങ്ങളുടെ ഇൻഷുറൻസ് പ്രൊട്ടക്ഷനിൽ കവർ ചെയ്യുക. കാരണം എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മെഡിക്കൽ സൈഡിൽ വരുന്ന ഒരു എക്സ്പെൻസുകൾ എന്ന് പറയുന്നത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. എസ്പെഷ്യലി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻഷുറൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടൊരു സർവേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ സർവേയുടെ ഒരു ഇതിൽ വന്നിരിക്കുന്നത് വെച്ചാൽ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഈ മെഡിക്കൽ ഇൻഫ്ലേഷൻ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ജീവിത ചെലവുകൾ ഓരോ വർഷം കഴിയുമ്പോൾ കൂടുന്നുണ്ടല്ലോ, പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അത് സിംഗിൾ ഡിജിറ്റിലാണ് പോകുന്നത്, അറൗണ്ട് 7% വെച്ച്. പക്ഷേ ഈ മെഡിക്കൽ സൈഡിൽ 2 ഡിജിറ്റിലാണ് പോകുന്നത്. അതിൽ തന്നെ കേരളത്തിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ ഒരു സർവേ നടത്തിയതിൽ കേരളത്തിലാണ് മെഡിക്കൽ ബിൽസ് ഏറ്റവും കൂടുതലായി വരുന്നത്, ഹോസ്പിറ്റലൈസേഷൻ കാര്യങ്ങൾ വരുന്നത്. അത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ തൊട്ട് സീനിയർ സിറ്റിസണിലുള്ള പ്രായമായ ആൾക്കാരെ വരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേശീയ ശരാശരി ഒരു ആൾ ഹോസ്പിറ്റലിൽ ഒരു 3 ദിവസം അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ദേശീയ ശരാശരിയിൽ വരുന്നതിനേക്കാളും ഏകദേശം ഇരട്ടിയുടെ അടുത്ത തുകയാണ് ഇവിടെ കേരളത്തിൽ ഹോസ്പിറ്റലൈസേഷൻ വരുമ്പോൾ ബില്ല് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ബിൽസ് വരുന്നത് നമുക്ക് ഒരിക്കലും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് ഒരു അസുഖം വരിക, എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വരിക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഈ രീതിയിലൊരു മെഡിക്കൽ എമർജൻസി വന്നാൽ തന്നെ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മളുടെ അസറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ആ ബില്ല് സെറ്റിൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു ലോൺ എടുത്ത് ബില്ല് അടയ്ക്കുന്നതിനോ പോകുക എന്നുള്ളൊരു അവസ്ഥ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാവരും തന്നെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇൻഷുറൻസ് പ്ലാനറായിട്ട് ഇരുന്ന് നിങ്ങളുടെ ആവശ്യകതകൾ, നിങ്ങളുടെ ഏജ്, ഫാമിലിയിൽ ആരൊക്കെയാണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഏജ്, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്ത് ആ കാര്യങ്ങളും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രൊട്ടക്ഷൻ വേണം, എത്ര കവറേജ് ഇതിൽ വേണം എന്നുള്ളത് പ്ലാനർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെന്ന് ആദ്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. രണ്ടാമത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ മെയിൻലി ആവശ്യകത വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിലെ ബ്രെഡ് വിന്നർ എന്നുണ്ടെങ്കിൽ, പൈസ കൊണ്ടുവരുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആബ്സെൻസിൽ നിങ്ങളുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടില്ലായിരിക്കുന്നത് നിങ്ങളുടെ ലൗഡ് വൺസിന് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരാതെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ളൊരു ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാൻ നോക്കുക. അപ്പോൾ ചിലർ പറയും ഓക്കെ എനിക്കിപ്പോൾ വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും എനിക്കിപ്പോൾ ലയബിലിറ്റികളോ കാര്യങ്ങളോ, ഇപ്പോൾ എസ്പെഷ്യലി ലയബിലിറ്റികൾ എന്ന് വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും തന്നെ സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാവരും തന്നെ ഇപ്പോൾ ഹോം ലോണുകളോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ഹോം ലോൺ എടുത്ത് നിങ്ങൾ ചിലപ്പോൾ ഒരു വീട് കാര്യങ്ങൾ ഇതാക്കണം, ഒരു 50 ലക്ഷത്തിൻ്റെ ഹോം ലോണാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ 50 ലക്ഷത്തിൻ്റെ ബാധ്യത നിങ്ങളുടെ ഫാമിലിക്ക് വരികയാണ്. അപ്പോൾ ആ 50 ലക്ഷത്തിൻ്റെ തിരിച്ചടവ് നിങ്ങളുടെ ഫാമിലി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അവർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ വീടോ ഫ്ലാറ്റോ എന്താണെന്ന് വെച്ചാൽ അത് പതുക്കെ നമ്മളത് ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ആബ്സെൻസിൽ ഇപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടി അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാജുവേഷൻ കഴിയുന്നത് വരെ ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആ ഒരു എമൗണ്ട് കൂടി ചേർത്തിട്ടുള്ളൊരു ഇൻഷുറൻസ് കവറേജ് എടുക്കാൻ നോക്കുക. അതുപോലെ ഈ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ പലപ്പോഴും സംഭവിച്ച് വരുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ഇവിടെയൊക്കെ തന്നെ ഞങ്ങൾക്കിവിടെ കുറേ ക്ലയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ഡിസ്കഷനൊക്കെ വരുമ്പോൾ അവർ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അവർ പക്ഷേ ഏത് തരം ഇൻഷുറൻസ് ആണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സാധാരണ ഒരു ഇൻഷുറൻസോ അല്ലെങ്കിൽ യൂലി പ്ലാനുകളൊക്കെയാണ് ഇവർ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മോശമാണോ എന്ന് ചോദിച്ചാൽ മോശമല്ല, പക്ഷേ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പോൾ സാധാരണ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർഷം അടയ്ക്കുന്ന പ്രീമിയം തുക എത്രയാണോ അതിൻ്റെ 10 to 12 ടൈംസ് ആയിരിക്കും നിങ്ങൾക്കൊരു ലൈഫ് കവറേജ് എന്ന് പറഞ്ഞ് കിട്ടുക. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു വർഷം 10 ലക്ഷം രൂപ പ്രീമിയം അടയ്ക്കുന്ന രീതിയിലുള്ളൊരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപ കവറേജ് കിട്ടും. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് നിങ്ങൾ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അതിന് പകരം ഈ 10 ലക്ഷം രൂപ ഇങ്ങനത്തെ ഒരു പ്ലാനിലേക്ക് പോകാതെ തന്നെ ഈ 10 ലക്ഷം രൂപ തന്നെ നിങ്ങൾ ഒരു പ്യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ എടുത്തിട്ട് കുറച്ച് പൈസ മാറ്റിയിട്ട് ഒരു പ്യുവർ ഇൻഷുറൻസ് പ്ലാൻ, അതായത് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 50,000 രൂപ താഴേക്ക്, ഇപ്പോൾ എൻ്റെ വയസ്സ് എന്ന് പറയുന്നത് 46 വയസ്സാണ്.
അപ്പോൾ നിങ്ങൾക്കൊരു 46 വയസ്സിലേക്കുള്ള ഒരാൾ, എനിക്ക് ഓൾറെഡി ടൈം ഇൻഷുറൻസ് ഉണ്ട്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ടൈം ഇൻഷുറൻസ് എടുത്തത്. എനിക്ക് ഒരു വർഷം 14,000 രൂപയാണ് പ്രീമിയം വരുന്നത്. എനിക്ക് ലൈഫ് കവറേജ് എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. ഞാനിപ്പോൾ ഒരു നോർമൽ ഇൻഷുറൻസ് പ്ലാനിൽ 1 കോടി രൂപയുടെ കവറേജ് എടുക്കണമെങ്കിൽ 10 ലക്ഷം രൂപ ഞാൻ പ്രീമിയം അടയ്ക്കണം. അപ്പോൾ ഒരു ടൈം ഇൻഷുറൻസിനുള്ള മെയിൻ അഡ്വാൻറ്റേജ് ഇതാണ്. വളരെ തുച്ഛമായ ഒരു തുക മാത്രമേ പ്രീമിയമായിട്ട് വരുന്നുള്ളൂ, പക്ഷേ ഹ്യൂജ് കവറേജ് നിങ്ങൾക്ക് കിട്ടും. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തതുകൊണ്ട് എനിക്ക് 14,000 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ ഞാൻ അന്ന് എടുത്ത ആ ഒരു പ്രീമിയം തന്നെയാണ് എനിക്കിനി ലൈഫ് ലോങ്, ഞാൻ എത്ര നാളത്തേക്കാണോ കവറേജ് പ്രൊട്ടക്ഷൻ എടുത്തിരിക്കുന്നത് അത്രയും നാൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. പക്ഷേ ഞാനത് അന്ന് എടുക്കാതെ ഇന്ന് എൻ്റെ 46ാമത്തെ വയസ്സിൽ ഞാനിപ്പോൾ 1 കോടി രൂപയുടെ പ്രൊട്ടക്ഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ ബിറ്റ്വീൻ 40,000 50,000 ആവും ഇയർലി പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈം ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ എത്രയും വേഗം തന്നെ എടുത്തു വയ്ക്കുന്നതിന് ശ്രമിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കുറഞ്ഞ തുക പ്രീമിയത്തിൽ കിട്ടും. അപ്പോൾ ബാക്കി എമൗണ്ട് കംപ്ലീറ്റ്ലി ഒരു നിങ്ങൾക്ക് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഒരു പ്യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. കാരണം ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻറ്റും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൽ സംഭവിക്കുന്നത് വെച്ചാൽ അവരുടെ കോസ്റ്റ് കൂടുതലായിരിക്കും. ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കട്ടുകൾ കാര്യങ്ങൾ വരുന്നതല്ല, ഈ കമ്മീഷൻ കൊടുക്കുന്നതെല്ലാം ചാർജസ് കൂടുതലായിരിക്കും. നമ്മളൊരു പൈസ നമ്മളുടെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് വയ്ക്കുമ്പോൾ അത് മിനിമം കോസ്റ്റിൽ നമുക്ക് കിട്ടാനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ടൈം ഇൻഷുറൻസ് എടുക്കാൻ പറഞ്ഞത്. ഈ ടൈം ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ്സും കൂടി ചേർത്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് ചിലപ്പോൾ അവർ ചോദിക്കും, ഒരു ക്രിട്ടിക്കൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലൈസേഷനോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എനിക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ മെഡിക്കൽ സൈഡ് ഹോസ്പിറ്റലൈസേഷൻ വരികയാണെങ്കിൽ അതിൽ കവർ ആവുമല്ലോ എന്ന് പലരും വിചാരിക്കും. ഇതിൽ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു മേജർ ഒരു അസുഖം എന്തെങ്കിലും വന്നു, ഒരു ഹാർട്ട് റിലേറ്റഡ് അസുഖം അല്ലെങ്കിൽ ഒരു ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം വന്നു, നിങ്ങൾ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന പൈസ നിങ്ങൾക്ക് ശരിയാണ്, നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ നിങ്ങളുടെ മെഡിക്കൽ ഇൻഷുറൻസ് വെച്ചിട്ട് ആ ബിൽസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യും, അല്ലെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് കിട്ടുന്നു. പക്ഷേ ചിലപ്പോൾ നിങ്ങളൊരു ഏണിംഗ് മെമ്പർ ആയിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ അസുഖങ്ങൾ വന്നു, നിങ്ങളൊരു ജോലിയിലുള്ളപ്പോഴായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ടൈമിൽ അസുഖം വന്ന ടൈമിൽ നമുക്ക് അസുഖം മാറി ഇതാവുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു 2-3 മാസം ചിലപ്പോൾ നമുക്ക് ബെഡ് റെസ്റ്റുകൾ കാര്യങ്ങൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ടൈമിൽ ജോലിയിൽ നിന്ന് മാറിക്കുമ്പോൾ നമ്മുടെ ഇൻകം അവിടെ സ്റ്റോപ്പായി. ആ സമയത്ത് നിങ്ങളൊരു ക്രിട്ടിക്കൽ ഇൽനെസ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു അസുഖം വന്ന് ബുദ്ധിമുട്ടായി ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇൻഷുറൻസ് കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്താൽ നമ്മൾ എത്ര രൂപയുടെ ക്രിട്ടിക്കൽ ഇൽനെസ് ആണോ എടുത്തു വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചൊരു തുക നമുക്ക് ആ ടൈമിൽ കിട്ടും. നമ്മളത് ട്രീറ്റ്മെൻറ്റിന് പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ നോക്കില്ല. നമ്മൾക്ക് ഇന്ന അസുഖമാണ് എന്നുള്ളത് സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പെൻസുകൾ കാര്യങ്ങൾ നമ്മളൊരു 3 മാസമോ 4 മാസമോ നമ്മൾ മെഡിക്കൽ ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ട് റെസ്റ്റ് എടുക്കുകയാണെങ്കിലും ആ എക്സ്പെൻസുകൾ ആ ടൈമിൽ വരുന്ന നമ്മുടെ ഡെയിലി എക്സ്പെൻസുകൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എക്സ്പെൻസുകൾ കവർ ചെയ്യാൻ ഈ ക്രിട്ടിക്കൽ ഇൽനെസ്സിൽ നിന്ന് വരുന്ന തുക നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ പ്ലാനുകൾ എപ്പോഴും നിങ്ങൾ ആദ്യം തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും തന്നെ ഉറപ്പുവരുത്തേണ്ട ഒരു ഇതാണെന്ന് പറഞ്ഞാൽ എമർജൻസി ഫണ്ട് എന്ന് പറയും. ഈ എമർജൻസി ഫണ്ടും ഉണ്ടെന്ന് പറയും. എമർജൻസി ഫണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് വരുന്ന ഒരു മാസത്തിൽ വരുന്ന ചിലവുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ ബഡ്ജറ്റിംഗ്. അപ്പോൾ നിങ്ങളുടെ എക്സ്പെൻസുകൾ എന്താണ്, ഒരു വീട്ടിൽ നിങ്ങൾക്ക് വരുന്ന ചിലവുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫീസ് വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു EMI അടയ്ക്കേണ്ട ബാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയാണ് EMI വരുന്നത്, അങ്ങനെയുള്ള സംഖ്യകളോട് ചേർന്നിട്ട് ഒരു മാസത്തിൽ എക്സ്പെൻസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മാസം 50,000 രൂപയാണ് നിങ്ങൾക്ക് വരുന്ന ചിലവെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്കൊന്നും ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടയോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു കൊറോണ പോലത്തെ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് നിങ്ങൾ മാറി നിൽക്കേണ്ട ആവശ്യകത വരികയാണെങ്കിൽ ആ ടൈമിൽ ഒരു 2-3 മാസം അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കണം. പക്ഷേ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിങ്ങളൊരു ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതെ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലോണോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിന്ന് കടമെടുക്കുകയോ ചെയ്യാതെ നിങ്ങളുടെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുകയാണ് നമ്മൾ എമർജൻസി ഫണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ പോലെ 50,000 രൂപയാണ് നിങ്ങളുടെ ഒരു മാസത്തെ തുക എന്നുണ്ടെങ്കിൽ മിനിമം 6 മാസത്തേക്കുള്ളൊരു തുക നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റിയാൽ നല്ലത്. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 മാസത്തേക്കുള്ള തുകയെങ്കിലും എപ്പോഴും ഈ രീതിയിൽ മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഈ മാറ്റിവെക്കുന്ന തുക ഒരിക്കലും തന്നെ നിങ്ങളൊരു FD ആയിട്ടോ, കാരണം FDയിലൊക്കെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊരു വർഷത്തെ ഒരു FD ആയിട്ട് കിട്ടും. അപ്പോൾ ചിലപ്പോൾ 8-10 മാസത്തോളം നിങ്ങൾക്കൊരു എമർജൻസി സിറ്റുവേഷൻ ഒന്നും വന്നില്ല, കുഴപ്പമില്ലാതെ പോയി. ചിലപ്പോൾ 9ാമത്തെ മാസം നിങ്ങൾക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു. FD ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ബെനിഫിറ്റ്സ് എല്ലാം കട്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ലോക്കിൻ പ്രൊഡക്ട്സുകളോ കാര്യങ്ങളോ ഓപ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ എമർജൻസി ഫണ്ടായിട്ട് വയ്ക്കുന്ന പൈസ ഒരിക്കലും മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ചെയ്യരുത്. കാരണം മാർക്കറ്റ് പെട്ടെന്നൊരു ക്രാഷ് വന്നു, ഇപ്പോൾ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ നടക്കുന്നുണ്ട്, ഇതുപോലൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ്സ് എല്ലാം പെട്ടെന്നായിരിക്കും ഒന്ന് കറക്ഷൻ ഫേസിലേക്ക് മാറുന്നത്. അപ്പോൾ നമ്മുടെ ഫണ്ട് വാല്യൂ താഴെ വരും. നമ്മൾ എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഈ ഫണ്ട് എടുക്കാതെ രക്ഷയില്ല. അപ്പോൾ നമ്മളത് ഫണ്ട് വാല്യൂ മൈനസ് ആണെങ്കിലും കൂടി അത് റെഡീം ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് അത് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവന്ന് എടുക്കാനുള്ള ടൈമും കിട്ടില്ല, നഷ്ടവും വരും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എമർജൻസി ഫണ്ട്
നിങ്ങൾ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ലോക്കിംഗ് ടൈപ്പ് പ്രൊഡക്ട്സുകളോ ചെയ്യാതെ SB അക്കൗണ്ടിൽ വേണമെങ്കിൽ വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഡെറ്റ് ഫണ്ട് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. ഇതിൽ നോർമൽ SB അക്കൗണ്ടിൽ ബാങ്കിലൊക്കെ വയ്ക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു റിട്ടേൺ കിട്ടും. പിന്നെ ഒരു ലോക്കിൻ ഇല്ല, അതിൽ ഒരു വർക്കിംഗ് ഡേയുടെ റിക്വയർമെൻ്റ് ഉള്ളൂ. ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പൈസ റിഡംഷൻ അടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ പാർക്ക് ചെയ്ത് വെക്കാൻ നോക്കുക. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് വെച്ചാൽ നിങ്ങൾ പിന്നെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങളുടെ ഗോളുകൾ അനുസരിച്ചിട്ട് ഈ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കാലയളവ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ പിന്നീട് ഓപ്റ്റ് ചെയ്യാം. ഈ ഫിനാൻഷ്യൽ ഗോളുകൾ കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അത് വ്യത്യസ്തമായ ചിന്താഗതി ആയിരിക്കും ഓരോർക്ക്. ഇവിടെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഷോർട്ട് ടൈം ഗോൾ, മീഡിയം ടൈം ഗോൾസ്, പിന്നെ ലോങ് ടൈം ഗോൾസ്. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 0 to 2 years അല്ലെങ്കിൽ ഒരു 3 yearsന് താഴേക്ക് ഉള്ളിലേക്ക് വരുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഷോർട്ട് ടൈം ഗോൾ എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുക. ഒരു 3 to 5 years ടൈം ഫ്രെയിമിലേക്ക് ഉള്ളിലേക്ക് വരുന്ന ഗോളുകളെല്ലാം നിങ്ങളൊരു മീഡിയം ടൈമും, അതിന് മുകളിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലോങ് ടൈം ഗോൾ എന്നുള്ള രീതിയിലും കാറ്റഗറൈസ് ചെയ്ത് വയ്ക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു കുട്ടിയുണ്ട്, വീട്ടിൽ വളർന്നവരാണ്, ഇപ്പോൾ 15 വയസ്സായി, അപ്പോൾ ഒരു ഹയർ എഡ്യൂക്കേഷന് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 17 വയസ്സൊക്കെ കഴിയുമ്പോൾ വെച്ചാൽ +2 ഒക്കെ കഴിഞ്ഞ് ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് പോകേണ്ട ഒരു ടൈമായി, കോളേജുകളിലോ കാര്യങ്ങളിലോ. അപ്പോൾ നമുക്കറിയാം അതൊരു 3 yearsനുള്ളിൽ ആ ഒരു ഫിനാൻഷ്യൽ ഗോൾ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് ടൈം ഗോൾ എന്നുള്ള കാറ്റഗറൈസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഷോർട്ട് ടൈം ഗോളുകൾക്ക് നമ്മൾ സാധാരണ സജസ്റ്റ് ചെയ്യൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ സാധ്യതയുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കഴിയുന്നതും കൺസിഡർ ചെയ്യാതിരിക്കുക. കാരണം പെട്ടെന്ന് നമ്മളുടെ ഒരു ഗോളിൻ്റെ അടുത്ത് ഫീസ് അടയ്ക്കേണ്ട ഒരു ടൈമിൽ ചിലപ്പോൾ ഒരു മാർക്കറ്റ് ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഫണ്ട് വാല്യൂ താഴേക്ക് പോയി. അപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫണ്ട് നമ്മൾ വേറെ ഉണ്ട്, നമുക്കത് പാർക്ക് ചെയ്തത് അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്കൊരു ഷോർട്ട് ടൈം ഗോളിലേക്കും മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ഗോൾസുകളിലേക്ക് നിങ്ങൾ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് ലോക്കിൻ വരുന്ന ടൈപ്പ് പ്രൊഡക്ട്സുകളോ കാര്യങ്ങളോ ഒഴിവാക്കാൻ നോക്കുക. അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു മന്ത്ലി അടച്ചു പോകുന്ന ഒരു ഇതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബാങ്കിലുള്ള RDകൾ, ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ ഡെറ്റ് ഫണ്ടുകൾ, കോർപ്പറേറ്റ് ബോണ്ടുകൾ, ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകളുണ്ട്, അങ്ങനെയുള്ളത് കൺസിഡർ ചെയ്യാം. പിന്നെ മീഡിയം ടൈം ഗോളുകൾ വരുന്നത്, അപ്പോൾ അതിന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഒരു ടൈം ഫ്രെയിം കിട്ടുന്നുണ്ട്. അതിലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ടൈപ്പ് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറയും. അങ്ങനത്തെ ഒരു കാറ്റഗറി ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കൺസിഡർ ചെയ്യാം. ഈ ഹൈബ്രിഡ് ഫണ്ടിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഡെറ്റ് അലോക്കേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ റിസ്ക് ഇല്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ നടന്നു കിട്ടും. പിന്നെ അതിൽ തന്നെ കുറച്ച് ഭാഗം നമുക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാം. കാരണം മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകളോ കാര്യങ്ങളിൽ പോകുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതിൽ സെനാരിയോയിൽ FD ഇൻവെസ്റ്റ്മെൻറ്റ്സുകളോ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ ബിലോ 7% ആണ് FD ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 7%ലാണ് ഇൻഫ്ലേഷൻ പോകുന്നത്. അപ്പോൾ ഇൻഫ്ലേഷനെക്കാട്ടും താഴെയാണ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് സത്യത്തിൽ ഇപ്പം നമ്പർ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ 1 ലക്ഷം രൂപ കിട്ടെങ്കിൽ ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് 1,06,000 രൂപയായി. പക്ഷേ ആക്ച്വലി വാല്യൂ വൈസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു 1000 രൂപീസിൻ്റെ ഷോർട്ട് ഫോൾ വന്നിട്ടുണ്ട്. അപ്പോൾ വാല്യൂ വൈസ് നമുക്ക് അത്ര വലിയൊരു അപ്രീസിയേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ളൊരു വളർച്ച കിട്ടുന്ന ഇതും കൂടിയും കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് ആണ് നമ്മൾ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. അത് എസ്പെഷ്യലി ലോങ് ടൈമിലേക്ക് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡിൽ നിന്ന് നല്ലൊരു ഗ്രോത്ത് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഹൈബ്രിഡ് ഫണ്ടിൽ എന്ന് പറയുമ്പോൾ കുറച്ച് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഉണ്ടാവും, കുറച്ച് ഡെറ്റ് ഫണ്ട് അങ്ങനത്തെ ഉണ്ടാവും. അപ്പോൾ ഒരു കോമ്പിനേഷനിലേക്കുള്ളതായി കഴിയുമ്പോൾ നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ നമ്മൾ ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ളൊരു റിട്ടേൺ ഉണ്ടല്ലോ, അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു റിട്ടേൺ നമുക്ക് ഹൈബ്രിഡ് ഫണ്ടുകളിൽ നിന്ന് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ലോങ് ടൈം ഒരു 5 to 6 years നിങ്ങൾക്ക് ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കാം. അതിന് മുകളിലേക്കുള്ള ടൈം ഫ്രെയിമിലേക്ക് വരുന്ന ഗോൾ. ഈ ഹൈബ്രിഡ് ഫണ്ട്സുകൾ ബാങ്കുകളല്ല ഓഫർ ചെയ്യുന്നത്, ഫണ്ട് ഹൗസുകൾ, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ അങ്ങനെയുള്ളവരാണ് ഓഫർ ചെയ്യുന്നത്. ഈ ലോങ് ടൈമിലേക്കുള്ള ഈ ഗോളുകൾ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ടൈം ഫ്രെയിം ഉണ്ട്, അത്യാവശ്യം മുന്നിലേക്ക് ഒരു ടൈം ഫ്രെയിം ഉണ്ട് നമുക്ക് ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുന്നതിനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് റിസ്ക് എടുത്തിട്ട് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ഡയറക്റ്റ് സ്റ്റോക്സ് ആയിട്ട് മേടിക്കാം, കമ്പനികളുടെ ഷെയർസുകൾ കാര്യങ്ങൾ മേടിക്കാം, അല്ലെങ്കിൽ നല്ല
റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫണ്ട് ഹൗസുകളുണ്ട്, അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ എന്ന് പറയുന്നത്. റെഗുലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം തന്നെ. അവരുടെ നല്ല നല്ല ഫണ്ടുകളോ കാര്യങ്ങളോ നമുക്ക് പിക്ക് ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് ഇൻവെസ്റ്റ്മെന്റ്സുകളോ കാര്യങ്ങൾ നടത്തുമ്പോൾ ഇതിനുള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എസ്പെഷ്യലി ഒരു ലോങ് ടൈമിലേക്കുള്ളൊരു ഇതിൽ പോകുമ്പോൾ നമുക്ക് ബാങ്കിൽ കിട്ടുമ്പോൾ ഒരു ഇതിന് വരുന്നതിനായിട്ട് കൂടുതൽ ഹൈബ്രിഡ് ഫണ്ടിൽ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അതിനേക്കാൾ ഒരു ബെറ്റർ റിട്ടേൺ നമുക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് പോകുമ്പോൾ കിട്ടും. ഇപ്പോൾ ഒരു കൃത്യമായിട്ടൊരു പറയാൻ പറ്റില്ലെങ്കിലും നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 11.15 to 12% ഒരു ലീസ്റ്റ് റിട്ടേൺ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഒരു ലോങ് ടൈം ഹിസ്റ്ററി നിങ്ങൾ നോക്കിയാൽ ഒരു ഫണ്ട് ഹൗസുകളുടെയൊക്കെ ഒരു റിട്ടേൺ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. അപ്പോൾ ഒരു 12% ഒക്കെ ഒരു റിട്ടേൺ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിനുള്ളൊരു അഡ്വാൻറ്റേജ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 7% ആണ് നമ്മളുടെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന്. ആ ഇൻഫ്ലേഷൻ റേറ്റിനെ ബീറ്റ് ചെയ്തിട്ടും ഒരു 5% വരെ നമുക്ക് ഗ്രോത്ത് ഉണ്ട്. ഇതിനേക്കാൾ കൂടുതലും കിട്ടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ നമ്മളത് എപ്പോഴും അതിന് കൂടുതൽ കിട്ടും എന്ന് വിചാരിച്ചിട്ട് തന്നെ നിൽക്കരുത്. ഇപ്പോൾ ലാസ്റ്റ് 5 yearsൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ചില ഫണ്ടുകളൊക്കെ നമുക്ക് കാണാം 15%, 18% ഒക്കെ തന്നെ റിട്ടേൺ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ചില മൾട്ടി അസറ്റ് ഫണ്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം മോർ ദാൻ 15% റിട്ടേൺ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാ കാലവും ഇതുപോലെ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് റിക്വയർമെൻറ്റിന് വേണ്ട രീതിയിലേക്ക് ഒരു അലോക്കേഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫണ്ടുകൾ എടുക്കാം. ഈ ഫണ്ടുകൾ ഇങ്ങനത്തെ ഇതിൽ എടുക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്, നമുക്ക് നല്ലൊരു റിട്ടേൺ കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സുകൾ, ഷെയർസുകൾ അങ്ങനത്തെ കോമ്പിനേഷനിൽ ചെയ്യാം. ഇപ്പോൾ ഷെയർസൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ചിലർക്ക് പറയും എനിക്ക് ഷെയർസുകൾ കാര്യങ്ങൾ അതിൻ്റെ മാർക്കറ്റ് നോക്കിയിരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റിലെ മൂവ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനോ കാര്യങ്ങളൊന്നും എനിക്ക് പറ്റുന്നില്ല, എനിക്ക് എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടുള്ള ജോലി തിരക്കുകളുണ്ട്, അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്കതിൽ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് റെഗുലേറ്റഡ് ആയിട്ടുള്ള സെബി അപ്രൂവ്ഡ് ലൈസൻസ്ഡ് ബ്രോക്കേഴ്സ് ഉണ്ട്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. ഞങ്ങൾ അങ്ങനത്തെ ഒരു സ്ഥാപനമാണ് പെൻഡാഡ് സെക്യൂരിറ്റി. ഇതുപോലെയുള്ള ടീമിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞങ്ങളെ പോലെയുള്ള ടീമിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടുള്ള രീതിയിലൊക്കെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർസിൻ്റെ ഒക്കെ ഇതിലേക്ക് നേരിട്ട് നിങ്ങൾ ഇതിൽ പോകണമെന്നില്ല. മ്യൂച്വൽ ഫണ്ട്സുകൾ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താം. മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയി കഴിഞ്ഞാലും ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഒരു ഫണ്ടിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കാതെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അലോക്കേഷൻ പല സെക്ടർ വൈസോ അല്ലെങ്കിൽ ക്യാപ്പ് വൈസ്, ഇപ്പോൾ സ്മോൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ അലോക്കേഷൻ ഒന്ന് മിക്സ് ആയിട്ടുള്ളത് എടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു മിക്സ്ഡ് അപ്രോച്ചിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്ന് ഡൈവേഴ്സിഫൈഡ് ആവുകയും ചെയ്യും, റിസ്ക് നമുക്ക് കുറേയൊക്കെ കുറച്ചെടുക്കാനും പറ്റും, മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതോ ലോങ് ടൈമിലേക്കൊക്കെ ആണ്. അപ്പോൾ ഇതാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾക്ക് മെയിൻലി ചെയ്തു പോകാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. ഇതിലുള്ള മെയിൻ അഡ്വാൻറ്റേജ് നിങ്ങൾ കാണേണ്ടതെന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതിന് കിട്ടാനുള്ള ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ മാർക്കറ്റിൻ്റെ തന്നെ റിസ്ക്കും അതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ ഈ റിസ്ക് ഇൻവോൾവ് ആയിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ ചോദിക്കും മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ റൈറ്റ് ടൈം ആണോ, ഇപ്പോൾ ഈ മാർക്കറ്റ് ഇപ്പോൾ ഈ ഫ്ലക്ച്വേഷൻ നടക്കണമെന്ന്, ഇപ്പം ഞാൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യണോ എക്സിറ്റ് ചെയ്യണോ എന്ന് ചോദിക്കും. ഈ മാർക്കറ്റ് ടൈം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് കൃത്യമായിട്ട് ഒരിക്കലും ഇപ്പോൾ വാരൻ ബഫറ്റ് ആണ് വേൾഡിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളത്. വാരൻ ബഫറ്റിന് പോലും കൃത്യമായിട്ട് മാർക്കറ്റ് ടൈമിങ് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ ആകെ നമ്മൾ എല്ലാവരോടും പറയാറുള്ള വെച്ചാൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക, എസ്പെഷ്യലി ഒരു ലോങ് ടൈമിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ ആ ഒരു ടൈം ഫ്രെയിമിന് പറ്റിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഷെയർസ് ആയിക്കോട്ടെ മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ അതിൽ പിക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ നിങ്ങൾക്കൊരു മന്ത്ലി ഇൻകം വരുന്നതാണ്, ആ ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുക. ഇപ്പോൾ പേഴ്സണലി ഞാനൊക്കെ അത് ചെയ്യുന്നതാണ്. അപ്പോൾ SIP ഒക്കെ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മാസം മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നു. ഇപ്പോൾ ഈ മാസം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിന് കൂടുതൽ നോർമൽ യൂണിറ്റ്സ് കിട്ടി. ഇപ്പോൾ അടുത്ത മാസമാകുമ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഒരു കറക്ഷൻ വന്നു, ഇപ്പോൾ എന്തെങ്കിലും ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, യുദ്ധമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ട് മാർക്കറ്റ് ഒരു കറക്ഷൻ, മാർക്കറ്റ് താഴേക്ക് പോയിരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് താഴെ പോയി. അപ്പോൾ അടുത്ത മാസം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് എനിക്ക് ഈ മാസം കിട്ടിയതിനേക്കാൾ കൂടുതൽ യൂണിറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ലോങ് ടൈമിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ആവറേജിങ് ആയിട്ട് നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ നമ്മളുടെ ഫണ്ട് അക്യുമുലേഷൻ നടക്കും. പിന്നെ എല്ലാ ഇതിനും തന്നെ ഈ ഒരു ടൈം ഫ്രെയിം ഞാൻ പറഞ്ഞു 5 to 6 years. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു 5 to 6 years അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുകളിലേക്ക് ഒരു ടൈം ഫ്രെയിമിലേക്ക് ഇൻവെസ്റ്റഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് കറക്ഷനൊക്കെ വന്നു കഴിഞ്ഞാലും ആ കറക്ഷൻ ഫേസുകളൊക്കെ ഓവർകം ചെയ്തിട്ട് ഇപ്പോഴും അവരൊരു ഗ്രോത്തിലുണ്ടാവുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 വർഷം 6 വർഷം മുമ്പിലേക്ക് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 to 6 years 7 to 8 years 9 to 10 years 11 to 12 years 13 to 14 years 15 to 16 years 17 to 18 years 19 to 20 years 20 to 25 years 26 to 27 28 to 29 30 to 31 32 to 33 34 to 35 36 to 37 38 to 39 40 to 41 42 to 43 44 to 45 46 to 47 48 to 49 50 to 51 52 to 53 54 to 55 56 to 57 58 to 59 60 to 61 62 to 63 64 to 65 66 to 67 68 to 69 70 to 71 72 to 73 74 to 75 76 to 77 78 to 79 80 to 81 82 to 83 84 to 85 86 to 87 88 to 89 90 to 91 92 to 93 94 to 95 96 to 97 98 to 99 100 to 101 102 to 103 104 to 105 106 to 107 108 to 109 110 to 111 112 to 113 114 to 115 116 to 117 118 to 119 120 to 121 122 to 123 124 to 125 126 to 127 128 to 129 130 to 131 132 to 133 134 to 135 136 to 137 138 to
അത് 2020-21 കാലഘട്ടത്തിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി കഴിഞ്ഞ ടൈമിൽ കൊറോണ പാൻഡമിക് വന്നിട്ടൊരു കറക്ഷൻ വന്നു. അത് കഴിഞ്ഞ് റഷ്യ-യുക്രൈൻ വാറിൻ്റെ ഒരു കറക്ഷൻ വന്നു. പിന്നീടും ഇടയിൽ വേറൊരു പ്രശ്നം വന്നിട്ട് വന്നു. ഇപ്പോൾ റീസെൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിലുള്ള ടെൻഷൻ കാരണം ഓൾ ടൈം ഹൈ 26,000 വരെ നിഫ്റ്റി ഇൻഡെക്സ് പോയതാണ്. അവിടെ നിന്ന് താഴ്ന്ന് 21,000 അടുത്തേക്ക് വരെ മാർക്കറ്റ് ക്രാഷായി. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 1 മന്ത് തന്നെ അത് റിക്കവറി ഫേസിലേക്ക് വന്ന് ഇപ്പോൾ ഒരു 24,000 റേഞ്ചിലാണ് നിഫ്റ്റി ഉള്ളത്. അപ്പോൾ ഈ ഒരു കറക്ഷൻ ഫേസുകൾ കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങളൊരു SIP ആയിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കറക്ഷൻ ഫേസുകളുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 5 to 6 years ആൻഡ് എബോവ് ടൈം ഫ്രെയിമിലേക്ക് ഇൻവെസ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ കറക്ഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു തെറ്റില്ലാത്ത രീതിയിലുള്ള ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തിട്ടുള്ളൊരു റിട്ടേൺ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ നടത്തുമ്പോൾ ഈ രീതിയിലൊരു സ്പ്ലിറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുക. ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം. പക്ഷേ ഇടയിൽ ഒരു ആവശ്യകത വന്നു, പണ്ടൊരു എമർജൻസി സിറ്റുവേഷൻ വന്ന് നമുക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട്. അപ്പോൾ പൈസ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഇതിലായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിൽ നമ്മളുടെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ പോർട്ട്ഫോളിയോ നോക്കിയിട്ട് അതിൽ ഇപ്പോഴത്തെ ഇതിൽ ഏതിനാണ് പ്രോഫിറ്റ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് ഏത് ഫണ്ട് എക്സിറ്റ് ചെയ്തെന്നായിരിക്കും കൂടുതൽ ബെനിഫിറ്റ് നോക്കിയിട്ട് അത് മാത്രം എക്സിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഹോൾഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു മിക്സഡ് അപ്രോച്ചിൽ ചെയ്താൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. ഇതാണ് ബേസിക്കലി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും സജസ്റ്റ് ചെയ്യൽ. ഇനി ഈ ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകളൊക്കെ തുടങ്ങി നിങ്ങൾക്ക് ഒരു 10 ലക്ഷം കോർപ്പസായി അല്ലെങ്കിൽ 10 ലക്ഷത്തിന് മുകളിലേക്ക് കോർപ്പസുകൾ കാര്യങ്ങളായി ഇനി ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആണെങ്കിൽ തന്നെ 10 ലക്ഷത്തിന് മുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ളൊരു സൈസ് ഫിഗർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കൺസിഡർ ചെയ്യാൻ എന്താണ് ഓപ്ഷൻസ് എന്നുള്ളതാണ് മെയിനായിട്ട് ഇപ്പോൾ എല്ലാവരും നോക്കേണ്ടത്. ഇപ്പോൾ 10 ലക്ഷം വരെയുള്ളത് മുമ്പ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ചെയ്തിരുന്ന ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്സ് ഈ ഒരു രീതിയിലേക്കാണ് ലോങ് ടൈം ഇതിലേക്ക് മെയിനായിട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ അതിൽ തന്നെ ഒരു പുതിയൊരു ഓപ്ഷൻ ഇപ്പോൾ പുതിയതായിട്ട് റെഗുലേറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. മുമ്പും 10 ലക്ഷം ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി പോർട്ട്ഫോളിയോ പേഴ്സണലൈസ്ഡ് ആയിട്ട് നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ മോണിറ്റർ ചെയ്തിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു റെഗുലേറ്റർ അപ്രൂവലുള്ള ഒരു പ്രൊഡക്റ്റ് മുമ്പ് ഉണ്ടായിരുന്നത് PMS എന്ന് പറഞ്ഞിട്ട് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ്, പിന്നെ AIF ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ്, ഇങ്ങനെ 2 ഓപ്ഷൻസ് ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത് റെഗുലേറ്റർ അപ്രൂവലോട് കൂടിയിട്ടുള്ള ലൈസൻസ്ഡ് പ്രൊഡക്ട്സ്. അപ്പോൾ PMSൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 50 ലക്ഷം രൂപ വേണമായിരുന്നു. എങ്കിൽ മാത്രമേ ഒരാൾക്ക് ഈ PMS കാറ്റഗറി ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പിന്നെ മുമ്പ് ഉണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് AIF എന്ന് പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ മിനിമം 1 CR 1 കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു AIF കാറ്റഗറി ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പിന്നെ ഈ PMSO AIF ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ട് സൈസ് കൂടി അവർ കുറച്ചുകൂടി ഒരു പേഴ്സണലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മളുടെ കാര്യങ്ങളെ കുറച്ചുകൂടി മനസ്സിലാക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു നോർമൽ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ അപ്പോൾ ഷെയർസോ മ്യൂച്വൽ ഫണ്ട്സിലോ ചെയ്തു പോകുന്നതിനേക്കാളും സ്ലൈറ്റ്ലി കോസ്റ്റ് കൂടുതൽ വരും ഈ ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ ചാർജസുകൾ കാര്യങ്ങളെല്ലാം. അപ്പോൾ മുമ്പ് ഈ ഒരു ഓപ്ഷനായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റെഗുലേറ്ററുടെ ഒരു പുതിയൊരു ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് അപ്രൂവലുള്ള ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. SIF എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി കൂടി വന്നിട്ടുണ്ട്, സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ. അതിന് മിനിമം 10 ലക്ഷം രൂപയാണ് അതിൽ വേണ്ടത്. അപ്പോൾ 10 ലക്ഷം തൊട്ട് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ SIF കാറ്റഗറി കൺസിഡർ ചെയ്യാം. ഈ SIF കാറ്റഗറിയിൽ പറയുമ്പോഴും ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ടിലൊക്കെ ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജർ നമ്മളെപ്പോലെ പല പല വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ പൈസ പൂൾ ചെയ്തിട്ട് അക്കൗണ്ടിലോട്ട് വരുന്നു. ഇത് നമ്മൾക്ക് വേണ്ടിയിട്ട് ആ ഫണ്ട് മാനേജ്മെൻറ്റ് ടീം ഒരു പ്രൊഫഷണൽ ടീമുണ്ട്. അവർ നല്ല നല്ല കമ്പനികളുടെ സ്റ്റോക്കുകൾ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു നമ്മൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ അപ്രിസിയേഷൻ വരുന്നത് നമ്മൾ എത്ര രൂപയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന് ആനുപാതികമായിട്ട് ഒരു യൂണിറ്റ്സ് നമുക്ക് കിട്ടുന്നു. ആ യൂണിറ്റിൻ്റെ പ്രൈസ് കൂടുതലാവുന്നു. ഇതാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഈ സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിലും അതുപോലെ തന്നെയാണ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഫണ്ട് മാനേജർ ഉണ്ട്. ആ ഫണ്ട് മാനേജറും ആ ഫണ്ട് മാനേജറുടെ ടീമും കൂടി ആയിരിക്കും നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഫണ്ട് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ സംഭവിക്കുന്നത് ഒരു ഫണ്ട് മാനേജർക്ക് റെഗുലേറ്ററുടെ ഭാഗത്തുനിന്ന് ഉള്ള ചില റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കുറവെന്നോ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനപേക്ഷിച്ച് SIF കാറ്റഗറിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കുറേ റെസ്ട്രിക്ഷൻസ് അലോക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കുറേ റെസ്ട്രിക്ഷൻസിലൊക്കെ കുറേ ഇളവുകൾ കിട്ടുന്നുണ്ട് SIF കാറ്റഗറിയിൽ പോകുമ്പോൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ SIFൽ ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ നമ്മളൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫണ്ട് മാനേജർക്ക് ചിലപ്പോൾ അറിയാം ഒരു കമ്പനി വളരെ നല്ല കമ്പനിയാണ്, അടുത്ത കുറച്ച് വർഷങ്ങളിലേക്ക് ഇത് നല്ല ഗ്രോത്ത് ഉണ്ടാവും. പക്ഷേ എത്ര 100% കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജർക്ക് ആണെങ്കിൽ കൂടി അതിൽ അലോക്കേഷൻ എടുക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ഒരു 4 to 5% വരെ ഒരു കമ്പനിയിൽ അലോക്കേഷൻ മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ ടോട്ടൽ ഫണ്ട് സൈസിൻ്റെ ഇതിൽ ഒരാളുടെ ഇതിൽ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസുകൾ
ഈ SIF കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി ഇളവുകളുണ്ട്. ഇപ്പോൾ ആ 4 to 5 എന്നുള്ളത് അപ്പുറത്ത് എത്തുമ്പോൾ ചിലപ്പോൾ ഒരു 10% അടുത്ത് വരെ നിങ്ങൾക്ക് ഒരു അലോക്കേഷൻ ആ ഒരു പർട്ടിക്കുലർ കമ്പനിയിലേക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഫണ്ട് മാനേജർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അത്രയും കൂടി ഒരു ഗ്രോത്ത് കിട്ടാനുള്ളതുണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു അഡ്വാൻറ്റേജ് മെയിൻലി ഞാൻ കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ അല്ലെങ്കിൽ ഷെയർസിലേക്ക് ആകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് സ്ട്രാറ്റജി എന്ന് പറയുന്ന രീതിയിലാണ്. അത് നമ്മളൊരു ഷെയർ വാങ്ങുന്നു, ആ ഷെയറിലാണ് ഇൻവെസ്റ്റ് ആയിരിക്കുന്നത്. ഈ ഷെയറിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മളുടെ പ്രൈസ് കൂടുന്നത്, നമ്മുടെ ഫണ്ട് വാല്യൂ കൂടുതലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴാണ് നമ്മൾ എക്സിറ്റ് അടിക്കുന്നത്, അപ്പോൾ കൂടുതൽ പ്രൈസിൽ നമ്മൾ ഒഴുകുമ്പോഴാണ് നമുക്ക് ഫണ്ടിനൊരു പ്രോഫിറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയുള്ളൊരു കേസിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ റീസെൻറ്റ് നടക്കുന്ന മാർക്കറ്റിലുള്ള ഒരു ഫ്ലക്ച്വേഷൻ കറക്ഷൻ ഫേസ് വന്ന ടൈമിൽ ഈ പറഞ്ഞ കമ്പനികളെല്ലാം തന്നെ നല്ലതാണെങ്കിൽ കൂടി, ഇപ്പോൾ കഴിഞ്ഞൊരു മാസത്തിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞില്ല നല്ലൊരു ഫ്ലക്ച്വേഷൻ വന്നു, ഇത് ഭയങ്കരമായിട്ട് താഴേക്ക് പോയി ഇപ്പം തിരിച്ച് കയറിയതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫണ്ട് സൈസ് ഒറ്റയടിക്ക് നമ്മളുടെ താഴേക്ക് പോകുന്നുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട്സിൽ കാര്യങ്ങളിൽ ഫണ്ട് മാനേജർ ഉറപ്പുള്ളതുകൊണ്ട് അയാളത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ആ ഷെയർസ് അത് തന്നെ ഹോൾഡായിട്ട് നിൽക്കുന്നു. പക്ഷേ SIF എന്ന് പറയുമ്പോൾ റെഗുലേറ്ററുടെ ഇതിൽ തന്നെ ഈ ലോങ് സ്ട്രാറ്റജി എടുക്കുന്ന പോലെ തന്നെ ഷോർട്ട് അങ്ങനെ രീതിയിലും ഡെറിവേറ്റീവ്സ് ഓപ്ഷൻസിലും ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫണ്ട് മാനേജർക്ക് ഈ മാർക്കറ്റിൽ ഇങ്ങനത്തെ ഫ്ലക്ച്വേഷൻസ് നടക്കുന്ന ടൈമിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സുകൾ കാര്യങ്ങളിൽ താഴേക്ക് പോകുന്നു, ഫണ്ട് വാല്യൂ താഴേക്ക് ഇല്ല, SIF അതിൽ വരുന്നില്ല, മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ അത്. അല്ല, ഈ SIF കാറ്റഗറിയിൽ ഇത് ചെയ്യുമ്പോൾ അത് വരുന്നില്ല. നമ്മളിപ്പോൾ ഒരു നമ്മളുടെ പേരിലൊരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് PMSകളോ കാര്യങ്ങളോ ഇട്ട് ചെയ്യുമ്പോൾ മാറും. SIF അങ്ങനെ ഇല്ല. 25% വരെ ഫണ്ട് മാനേജർക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതിലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ഒരു കറക്ഷൻ ഫേസിൽ ഇങ്ങനെയുള്ള ടൈമിൽ ആ ഫണ്ട് വാല്യൂ താഴേക്ക് പോകുന്നത് ചിലപ്പോൾ മറ്റേതിൽ ഒരു 10% വരെ താഴേക്ക് ചിലപ്പോൾ പോവാം. അപ്പോൾ ഈ SIF കാറ്റഗറിയിൽ കാണുന്നതെന്ന് വെച്ചാൽ ഫണ്ട് മാനേജർ ചിലപ്പോൾ കുറച്ചുകൂടി സ്മാർട്ടായിട്ട് ഇങ്ങനത്തെ ഒരു ഇത് മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ച് ഇതുപോലത്തെ ഷോർട്ട് പൊസിഷൻസോ അങ്ങനത്തെ കവർ ചെയ്തെടുക്കും. അപ്പോൾ അതിൽ വരാൻ പോകുന്നത് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, പലപ്പോഴും ആൾക്കാർ ചോദിക്കും ഒരു SIF എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്ന ഈ സ്ട്രാറ്റജി ഉള്ളതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിലോ കാര്യങ്ങളിലോ കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ഉണ്ടാവുമല്ലോ, ഫണ്ട് സൈസ് കൂടുക എന്നുള്ളത്, പ്രോഫിറ്റ് കിട്ടുന്നത്. ആ പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് SIF അല്ലേ കൂടുതൽ എന്നാണ് പലരും നോക്കുന്നത്. പക്ഷേ ഞങ്ങളിവിടെ നോക്കി കാണുന്നത് മെയിനായിട്ട് ആ പ്രോഫിറ്റ് ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ആ രീതിയിലോ കിട്ടുന്ന ഒരു പെർസെൻറ്റേജ് തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഇതുപോലത്തെ മാർക്കറ്റ് കറക്ഷൻ വരുന്ന ഒരു ടൈമിൽ നമ്മളുടെ ഫണ്ട് സൈസ് താഴേക്ക് പോകും, നമ്മുടെ ഒരു ലോസ് ഉണ്ടാക്കാനുള്ളൊരു സാധ്യത അവിടെ കുറവാണ്. ഇപ്പോൾ ഒരു SIFൻ്റെ ഇതിൽ കഴിഞ്ഞ വർഷമാണ് SIF മാർക്കറ്റ്സിൽ റെഗുലേറ്റർ അപ്രൂവലോട് വന്നത്. ഇപ്പോഴത്തെ ആ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ SIF നോക്കിയാൽ നോർമൽ മ്യൂച്വൽ ഫണ്ട്സ് കാറ്റഗറിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരുടെ ഫണ്ട് സൈസ് താഴെ പോയാൽ അത്രയും SIF ഇൻവെസ്റ്റ് ചെയ്തവരുടെ ഫണ്ട് താഴെ പോയിട്ടില്ല. അത് ഈ രീതിയിൽ ഫണ്ട് മാനേജർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു അപ്രൂവൽ റെഗുലേറ്റർ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് SIFനൊരു മെയിൻ അഡ്വാൻറ്റേജ് ഉള്ളത്. പിന്നെ SIF തന്നെ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിലോ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ 10 ലക്ഷം എന്നുള്ളൊരു സംഖ്യയൊന്നുമില്ല. ഒരു 500 രൂപ വെച്ചിട്ടൊരു SIP തുടങ്ങാം, അല്ലെങ്കിൽ ഒരു 5000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ലംസം എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ നടത്തി പോവാം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഫണ്ട് റിഡംഷൻ അടിക്കും, ലോക്കിനുള്ള കാര്യങ്ങളൊന്നുമില്ല. ചില ഫണ്ടുകൾ മാത്രം ഉണ്ടാവും, ഇപ്പോൾ ടാക്സ് സെയർ ഫണ്ടുകളോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ മാത്രം ഒരു 3 years ലോക്കിൻ വരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അത് പ്രശ്നം വരുന്നില്ല. ഈ SIF നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ 10 ലക്ഷം രൂപ ഇട്ടിട്ട് ഒരു ഫോളിയോ തുടങ്ങി, ഒരു SIF ഫണ്ട് തുടങ്ങി. അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന് നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ എല്ലാം തന്നെ SIF മാത്രമാണെന്നുണ്ടെങ്കിൽ, ഈ 10 ലക്ഷം രൂപയുടേതാണെന്നുണ്ടെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ വന്ന് ഈ 10 ലക്ഷത്തിൻ്റെ ഇതിൽ നിന്ന് റിഡംഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് SIFലേക്ക് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യേണ്ട. എപ്പോഴും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഷെയർസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇത് ലോക്കിനില്ല. ലോക്കിനില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, പക്ഷേ പാർഷ്യൽ വിഡ്രോവൽ ആയിട്ട് എടുക്കാനുള്ളൊരു ഓപ്ഷൻ മ്യൂച്വൽ ഫണ്ടിലുണ്ടല്ലോ. SIF നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ല. വിഡ്രോ ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ എടുക്കാം, എനി ടൈം എടുക്കാം, ലോക്കിൻ വരുന്നില്ല. അത് പല ഫണ്ടുകളുണ്ട്. ഇപ്പോൾ ഡെറ്റ് SIF ഉണ്ട്, ഈ ഹൈബ്രിഡ് SIF ഉണ്ട്, ഇക്വിറ്റി അലോക്കേഷൻ ഉള്ളതുണ്ട്. അപ്പം മിഡ് സ്മോൾ അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ലാർജ് ആയിട്ടുള്ളത് ഇങ്ങനെ മിഡ് സ്മോൾ മാത്രമായിട്ടുള്ളത് അങ്ങനെ അലോക്കേഷൻ. ഇപ്പോൾ ഈ SIF ഇപ്പോൾ പല ഫണ്ട് ഹൗസുകളും കൊണ്ടുവന്ന് തുടങ്ങി. ഇപ്പം മാർക്കറ്റിൽ അധികം ഇല്ല, പക്ഷേ ഇനിയിപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത മാസത്തോടുകൂടി തന്നെ എനിക്ക് തോന്നുന്നു ബന്ധൻ്റെ വന്നു, നിപ്പോൺ വന്നു, പലരും കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അതുകൂടാതെ ഇപ്പോൾ ഈ അടുത്ത വരുന്ന ക്വാർട്ടറിലേക്ക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 10 SIF പുതിയത് വരുന്നുണ്ട്. നമ്മൾ പല ഫണ്ട് ഹൗസിൻ്റെ ആൾക്കാർ ഡീറ്റെയിൽസുകൾ SIF പുതിയത് വന്നുകൊണ്ട്
ഓൺലൈനിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല 3 ടൈപ്പ് ഉണ്ട്. ഡെപ്റ്റ് ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, പിന്നെ ഇക്വിറ്റി ആയിട്ടുള്ളതുണ്ട്. ഇപ്പം ഇക്വിറ്റിയിൽ തന്നെ ഡെറിവേറ്റീവ് എല്ലാത്തിലും 25% ഉണ്ട്. അത് അവർ ഫിക്സഡ് ആയിട്ട് 25% ചെയ്യാന്നുള്ളതല്ല. ഈ മാർക്കറ്റിൻ്റെ ഇതിനനുസരിച്ച് 25% വരെ അവർക്ക് അപ്പർ ലിമിറ്റിൽ ഉണ്ട്. അതിലാണ് അവർ ചെയ്യുന്നത്. മറ്റേതിൽ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെ ഒരു ഇതില്ല. ഇപ്പോൾ SIF ഇപ്പോൾ ഞാൻ ഈ 10 lakhൻ്റെ ഇത് പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ SIF നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ഫോളിയോ 2 ഫോളിയോ ഉണ്ട് SIF ഒരു ഇതിൽ 20 ലക്ഷത്തിൻ്റെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇടയിൽ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരെണ്ണത്തിൽ നിന്ന് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പാർഷ്യൽ വിഡ്രോവൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റേതിൽ ചിലപ്പോൾ കംപ്ലീറ്റ് വിഡ്രോവൽ എടുക്കണം. അപ്പോൾ നമ്മളെപ്പോഴും തന്നെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾ ഉറപ്പുവരുത്താം, ആദ്യം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ളൊരു എമർജൻസി ഫണ്ട് ഉണ്ട്, പ്രൊട്ടക്ഷൻ പ്ലാനുകൾ 2 ഉണ്ട്, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ ഈ ഗോള് ടൈം ഫ്രെയിമിനനുസരിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക. ഷോർട്ട് ടൈം ഗോള്, മീഡിയം ടൈം, ലോങ് ടൈം. എന്നിട്ട് മ്യൂച്വൽ ഫണ്ട്സ്, ഷെയർസ് എന്നുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ ഫസ്റ്റ് തുടങ്ങുക. അതിൽ കുറച്ചൊരു സൈസബിൾ എമൗണ്ടൊക്കെ നിങ്ങൾ കോർപ്പസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾക്കൊരു എമൗണ്ട് ഉണ്ട്, കുറച്ചുകൂടി അലോക്കേഷൻസ് കാര്യങ്ങൾ കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് കൺസിഡർ ചെയ്യാം SIF കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ PMS, AIF ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാം. പിന്നെ ഇപ്പോൾ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് സിറ്റി ഫണ്ടുകൾ. മുമ്പ് ഈ ഗിഫ്റ്റ് സിറ്റി ഫണ്ടുകൾക്ക് മെയിൻ ഒരു അഡ്വാൻറ്റേജ്, എസ്പെഷ്യലി NRIസിനാണ് അത് കൂടുതലൊരു ഇതിൽ പ്രൊമോട്ട് ചെയ്ത് കാണപ്പെടുന്നത്. കാരണം വെച്ചാൽ ടാക്സ് സേവർ ഓപ്ഷൻ അതിൽ കിട്ടുന്നുണ്ട്. ഗിഫ്റ്റ് സിറ്റി പിന്നെ നമ്മൾ ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നൊക്കെ പറയില്ല, ടാക്സ് ഫ്രീ എന്നൊക്കെ പറയുന്നത് പോലെ, ഇപ്പോൾ ഗുജറാത്തിൽ ഗാന്ധിനഗർ, അഹമ്മദാബാദിൻ്റെ അടുത്താണ് ഈ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്ററിൻ്റെ ഇതിലൊരു സ്പെഷ്യൽ സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ ലൈസൻസ് എടുത്തിരിക്കുന്ന ബാങ്കുകൾ, ഈ ഫണ്ട് ഹൗസുകളൊക്കെ, ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളൊക്കെ തന്നെ അവിടെ നിന്ന് ഫണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതിൽ ഇവിടെ ടാക്സ് അടയ്ക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല, ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ NRIs കുറേ പേര് അത് അവിടുത്തെ ഇത് പ്ലാറ്റ്ഫോം ത്രൂ നമ്മളുടെ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഓപ്പർച്യൂണിറ്റി, മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ അത് ഇൻബൗണ്ട്, ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഫണ്ട് ഓപ്ഷൻസും ഉണ്ട്. ഔട്ട് ബൗണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ള മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫണ്ടുകളും ഉണ്ട്. അപ്പോൾ അതിൽ NRIസിന് ആ രീതിയിൽ ചെയ്യാം. പിന്നെ റെസിഡൻസ് സ്റ്റാറ്റസിലുള്ളവർക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് സിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓപ്ഷൻസ് ഉണ്ട്. അത് റെസിഡൻസ് സ്റ്റാറ്റസിലുള്ളവർ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ അതിൽ ചെയ്യണമെന്നില്ല. ഇപ്പോൾ അതിൽ $500 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. റെസിഡൻസ് സ്റ്റാറ്റസിലുള്ളവർക്കും ചെയ്യാം. അതിൽ റെസിഡൻസ് സ്റ്റാറ്റസിൽ ടാക്സ് വരും, നോർമൽ ടാക്സ് തന്നെ വരുന്നത്, നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്ന പോലെ. അത് അത്ര വലിയൊരു അഡ്വാൻറ്റേജ് ഇല്ല. ഇപ്പോൾ പുറത്തേക്ക്, ഇപ്പോൾ റെസിഡൻസ് സ്റ്റാറ്റസിലുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ അത്യാവശ്യം ഇതുണ്ട്, പിന്നെ പുറത്തെ മാർക്കറ്റിലേക്ക് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സും ഉണ്ട് ഈ എബ്രോഡ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ആവുന്നത്. അതുകൂടാതെ കുറച്ചുകൂടി പേഴ്സണൽ ആയിട്ടുള്ള സ്റ്റോക്സ് അങ്ങനത്തിൽ ഒരു അലോക്കേഷൻ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് സിറ്റി ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം. അതിൽ പക്ഷേ റെസിഡൻസ് സ്റ്റാറ്റസിലാവുമ്പോൾ ടാക്സ് നമുക്ക് വരും, നോർമൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ വരുന്നുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് അല്ല, അത് NRIസിനാണ് അങ്ങനെ കൊണ്ടുവരാം. റെസിഡൻസ് സ്റ്റാറ്റസ് നമ്മൾ ഫോറിൻ കറൻസി എടുക്കാൻ പറ്റില്ല, അതിന് ചാർജസ് വരും. നമ്മൾ ആ കറൻസി കൺവേർഷനും അങ്ങനെയുള്ളൊരു ചാർജ് വരും. അത് വരുന്നുള്ളൂ. അത് ബില്ലിംഗ് ആണെങ്കിൽ നമുക്കത് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അതിൽ ആ ടാക്സ് ഫ്രീ എന്നുള്ളൊരു ബെനിഫിറ്റ് റെസിഡൻസ് സ്റ്റാറ്റസിലുള്ളവർക്ക് കിട്ടില്ല. ഇല്ല, പുറത്ത് NRI സ്റ്റാറ്റസിലാണെങ്കിലേ കിട്ടുള്ളൂ. ഈ ഗിഫ്റ്റ് സിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുമ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ NRI സ്റ്റാറ്റസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തി ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് റിഡംഷൻ എടുക്കുമ്പോഴും NRI സ്റ്റാറ്റസ് ആയിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ പുറത്താണെങ്കിൽ നമ്മൾ തിരിച്ചു വരുന്നതിന് മുമ്പ് അത് റിഡംഷൻ എടുക്കണം. പിന്നെ ഇതിൽ തന്നെ ചില ഫണ്ടുകൾക്കൊക്കെ മറ്റൊരു നിബന്ധന എന്താണെന്ന് വെച്ചാൽ, ഞാൻ NRI സ്റ്റാറ്റസിലാണ്, ഞാനിപ്പോൾ നോമിനി വയ്ക്കുന്ന വ്യക്തി, ഇപ്പം എൻ്റെ വൈഫിനാണ് ഞാൻ നോമിനി വയ്ക്കുന്നുണ്ടെങ്കിൽ അവരും NRI സ്റ്റാറ്റസിലായിരിക്കണം. അപ്പോൾ ഇതിന് അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അത് നമ്മളെപ്പോഴും ഡൈവേഴ്സിഫിക്കേഷനോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളൊരു കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാനറോട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യകതകൾക്ക് അനുസരിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്താൽ മതി. നമ്മളൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ SIF ആണെങ്കിൽ തന്നെ ഇതൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാടി കയറി അത് ചെയ്യണമെന്നല്ല. നമ്മളുടെ ഒരു ആവശ്യകത മനസ്സിലാക്കിയിട്ട് വേണം അതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി. ഈ 10 ലക്ഷത്തിന് മുകളിലേക്ക് ആകുമ്പോൾ ഈ രീതിയിൽ ഇതിൽ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 10 ലക്ഷം മ്യൂച്വൽ ഫണ്ടിലായ ഉടനെ SIF എടുക്കണം എന്നല്ല. അതിൽ അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഫിഗറായി നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വന്നാലും അതിൽ നിന്ന് അലോക്കേഷൻ എടുക്കാനുള്ളൊരു ഇത് അതിൽ തന്നെ വയ്ക്കുക. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലും SIFലും ഒരു റിഡംഷൻ്റെ ഇതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ കുറച്ച് ഇത് വെച്ചു, ഇപ്പോൾ SIFൽ 2-3 ഫണ്ടുകൾ എനിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ മോർ ദാൻ 10 lakh അങ്ങനെയാണെങ്കിൽ ആവശ്യകത വന്ന് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് പാർഷ്യൽ വിഡ്രോവൽ ആയാലും
എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഫണ്ട് സൈസ് 10 ലക്ഷത്തിന് താഴേക്കാണ്. അതെ, അതിനുശേഷം വരുന്നത് നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു 10 ലക്ഷം ആയ ഉടനെ കയറുകയാണ്. അപ്പോൾ ഒരു ബാക്കിൽ വേറെ ഒരെണ്ണം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഈ മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ആയിട്ടുള്ള ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോകൾ 3-4 ഫണ്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എമർജൻസി സിറ്റുവേഷൻ വന്നാൽ തന്നെ നമുക്ക് നോക്കിയിട്ട് മാർക്കറ്റിൽ അന്നത്തെ ഒരു പെർഫോമൻസിനനുസരിച്ച് ഏത് ഫണ്ടിലാണോ കൂടുതൽ ഗ്രോത്ത് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഫണ്ട് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നല്ലതെന്ന് നോക്കിയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. പാർഷ്യലോ കംപ്ലീറ്റോ ചെയ്യാം. അപ്പോൾ SIF ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ആവശ്യകത അനുസരിച്ച് മാത്രം SIF എൻട്രി ചെയ്യുക. എക്സ്പെൻസ് റേഷ്യോ ഓൾമോസ്റ്റ് മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ. ചില ഫണ്ടുകളിൽ മ്യൂച്വൽ ഫണ്ടിനെക്കാട്ടും കുറച്ച് സ്ലൈറ്റ്ലി കൂടുതലാണ്. പക്ഷേ എങ്കിൽ കൂടി ഞാൻ നേരത്തെ പറഞ്ഞു PMS അതുപോലുള്ള ചാർജസ് ഒന്നുമില്ല. ഇത് കുറേ കൂടി ഇത് ശരിക്കും റെഗുലേറ്ററുടെ ഭാഗത്തുനിന്ന് അവർ കണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, മുമ്പ് ഞാൻ പറഞ്ഞില്ലേ 50 ലക്ഷം 1 കോടി ആകുമ്പോഴാണ് വലിയൊരു സപ്പോർട്ടോട് പേഴ്സണലൈസ്ഡ്. അപ്പോൾ കുറച്ചുകൂടി സാധാരണക്കാർക്ക് കൂടി ഉള്ള ഒരു അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഫണ്ട് റെഗുലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് ഈ SIF കൊണ്ടുവന്നിരിക്കുന്നത്. അതിപ്പോൾ 1 വർഷമായിട്ടുള്ളൂ. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ പല ഫണ്ട് ഹൗസുകളും മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ 1 വർഷത്തിൽ ഇതിൽ അത്യാവശ്യം തെറ്റില്ലാത്തൊരു റിസൾട്ട്, എസ്പെഷ്യലി ഈ മാർക്കറ്റിൽ ഈ ഫ്ലക്ച്വേഷൻ ടൈമിലും അത് കണ്ട് കുറേ കൂടി ആൾക്കാർക്ക് വിശ്വാസ്യത വന്നു. പിന്നെ ഇപ്പോൾ 1 വർഷം ആയതുകൊണ്ട് ഇപ്പോൾ കുറേ കൂടി അവരുടെ ഫണ്ട് മാനേജറുടെ സ്റ്റൈലുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ പല ഫണ്ട് ഹൗസുകളും ഇനിയിപ്പോൾ SIF പുതിയത് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ അടുത്തൊരു ക്വാർട്ടറിൽ തന്നെ 8-10 പുതിയ SIF ഫണ്ടുകൾ വരുന്നുണ്ട്. SIF-ലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെറ്റ്, ഹൈബ്രിഡ്, ഇക്വിറ്റി അങ്ങനെ പല കാറ്റഗറി തന്നെ ഉണ്ട്. ഈ 3 കാറ്റഗറിയാണ് മെയിനായിട്ടുള്ളത്. ഇതിൽ തന്നെ പല അലോക്കേഷൻ സ്റ്റൈലുള്ളതും ഉണ്ട്. അല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് സാറ് ഡെറ്റ് ഫണ്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഡെറ്റ് ഫണ്ടിൻ്റെ SIF-ൽ തന്നെ 10 lakh എടുക്കണം. അത് ഹൈബ്രിഡ് ഫണ്ടിൽ ഓപ്ഷൻ ഉണ്ട്. ഹൈബ്രിഡിൽ നമുക്ക് 2 ഡെറ്റും മറ്റേ കോമ്പിനേഷനിൽ വരും, അതിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ ഡെറ്റ് ഫണ്ട് മാത്രമായിട്ടുള്ളതിൽ ഓപ്ഷൻ ഉണ്ട് SIF. അതിലുള്ളൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഇപ്പോൾ എസ്പെഷ്യലി ബാങ്ക് റേറ്റ്സ് ഒക്കെ താഴുന്നല്ലോ. ഇപ്പോൾ ഡെറ്റ് ഫണ്ട് മാത്രമായിട്ടുള്ള ഇതിൽ ബാങ്ക് റേറ്റിനെക്കാട്ടും എനിക്ക് തോന്നുന്നത് ഒരു 2 to 2.5% അവർക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് ഡെറ്റ് ഫണ്ടിൽ. അപ്പോൾ നമുക്ക് അധികം റിസ്ക് ഇല്ലാത്തൊരു ഇതൊക്കെ ആണെങ്കിൽ അതിൽ നോക്കാം. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഇതിൽ തന്നെ നോക്കിയപ്പോൾ ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ കുറേ പേര് റിട്ടയർമെൻറ്റ് കാര്യങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ അവരിൽ അത്യാവശ്യം സൈസബിൾ കോർപ്പസ് ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ പോകുമ്പില്ലേ, ഒരു ബേസിക് ഒരു ഇതിൽ നമ്മൾ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഏജ് എത്രയാണോ അത് 100-ൽ നിന്ന് കുറയ്ക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് 30 നിങ്ങളുടെ എഴുതുന്നുണ്ടെങ്കിൽ 100-ൽ നിന്ന് കുറച്ച് 70. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 70% നിങ്ങൾ ഇക്വിറ്റിയിലേക്ക് കൊടുക്കാനാണ് പറയുക. റിസ്ക് ആ ഒരു ഇതിൽ കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് പോകാൻ നോക്കുക. പിന്നെ ഈ SIF-ൽ തന്നെ കഴിഞ്ഞൊരു ഇതിൽ നമ്മൾ ഡെറ്റും അങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ സംഭവിച്ച റിട്ടയർമെൻറ്റ് ടൈമിലേക്കൊക്കെ വരുമ്പോൾ ഒരു സൈസബിൾ എമൗണ്ട് കോർപ്പസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൽ നിന്ന് ചിലപ്പോൾ വലിയൊരു എമൗണ്ട് പ്രോഫിറ്റ് അധികം ആക്കാൻ പറ്റിയില്ലെങ്കിലും ഇതിന് കുറച്ചൊരു പ്രൊട്ടക്ഷൻ വേണം. പിന്നെ ഈ പറഞ്ഞ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബാങ്ക് റേറ്റ് ഒക്കെ ഇപ്പോൾ കുറഞ്ഞപ്പോൾ അതിനേക്കാൾ ബെറ്റർ എന്താണ് നമുക്ക് ഓപ്ഷൻ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഇങ്ങനത്തെ ഇതുകൾ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞൊരു വർഷത്തിൽ ഇതിൽ നോക്കിയപ്പോൾ ബാങ്ക് റേറ്റിനെക്കാട്ടും നല്ലൊരു റിട്ടേൺ ഇതിൽ നിന്ന് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇതിലേക്ക് ഇടണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ കുറച്ചിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോർപ്പസ് എത്രയാണ് അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഈ രീതിയിൽ ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണ്. ഇപ്പോൾ ഒരു ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മെത്തേഡ് മാത്രമാണ് നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും എങ്ങനെ പോയാലും നല്ലൊരു ശതമാനം നിങ്ങൾക്ക് കൂടുതൽ ഫണ്ട് സൈസ് ഉണ്ടാക്കിയെടുക്കാൻ വഴി ഇങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് മെയിൻലി നോക്കേണ്ടത് നിങ്ങൾ. SIF-ൽ ഇപ്പോൾ ഒരു ഫണ്ടുണ്ട് X100 എന്ന് പറയുന്നത്, അതായത് ടോപ്പ് 100 കമ്പനികളുണ്ടല്ലോ, ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞത്. അത് ഒഴിവാക്കിയിട്ടാണ് അവർ എടുക്കുന്നത്. അപ്പോൾ അതിൽ മിഡ് സ്മോളാണ് എടുക്കുന്നത്. മിഡിലും അതായത് ഒരു മിഡാണ് അലോക്കേഷൻ ഇപ്പോഴത്തെ കോമ്പിനേഷനിലാണ് അവരെടുക്കുന്നത്. അതിൽ ആ പറഞ്ഞ ഫണ്ടിൽ അതില്ല. അങ്ങനത്തെ ഉള്ളതും ഉണ്ട്. ഇപ്പോൾ ടോപ്പ് ഇതിലേക്കുള്ളത് വേണ്ടതും അങ്ങനത്തെ ഉണ്ട്, മിഡും സ്മോളും ആയിട്ടുള്ളത് അങ്ങനത്തെ ഉണ്ട് ഫണ്ട് ഉണ്ട്. മാർക്കറ്റ് അവർ എനിക്ക് തോന്നുന്നു ഒരു ടോപ്പ് 750 ഉള്ളിലുള്ള കമ്പനികളാണ് അവർ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അതിൽ തന്നെ ഇപ്പോഴത്തെ നോക്കിയാൽ മിഡാണ് അലോക്കേഷൻ കൂടുതലുള്ളത്. മിഡും സ്മോളാണ് അലോക്കേഷൻ മെയിനിൽ. അതിൽ തന്നെ മിഡിനാണ് അവർ ഇല്ല, അവർ അതിൽ ലാർജ് എടുത്തിട്ടില്ല, ലാർജ് ഒഴിവാക്കിയിട്ടുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു ICICI-യുടെ ഉണ്ട്, പിന്നെ വേറെ ഏതിൻ്റെയൊക്കെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ടൊന്ന് പറയാം. കാരണം ഇപ്പോഴത്തെ ഇതിൽ കുറവ്, പക്ഷേ ഇനിയിപ്പോൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ പുതിയത് പല ഫണ്ട് ഹൗസുകളും പുതിയതുകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു
ഈ ഒരു ക്വാർട്ടറിലേക്ക് കുറേ എണ്ണം റിവീൽ ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ഇതിൽ ലാർജ് മാത്രമായിട്ടുള്ളതും ഉണ്ട്, മിഡ് സ്മോൾ കോമ്പിനേഷൻ ആയിട്ടുള്ളതുണ്ട്, അങ്ങനെ കോമ്പിനേഷനിലായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യം ചെയ്യുമ്പോൾ ഒരു അലോക്കേഷൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ പറയുക വെച്ചാൽ അത്യാവശ്യം ഒരു സൈസബിൾ എമൗണ്ട് നിങ്ങളുടെ ഒരു കോർപ്പസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 10 to 15% അലോക്കേഷൻ മെറ്റൽസിലേക്കും കൂടി അലോക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഗോൾഡ്, സിൽവർ എന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പോൾ ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് ഒരു 2 years നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു റിട്ടേൺ വന്നിട്ടുണ്ട്. പക്ഷേ അത് പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ ചെയ്യരുത്. നിങ്ങളൊരു 10 years ടൈം ഫ്രെയിം വെച്ചിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കും. ഇക്വിറ്റി ആണ് എപ്പോഴും ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ളത്. ഇക്വിറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഗോൾഡ് ആണ് റിട്ടേൺ വന്നിട്ടുള്ളത്. അതിന് താഴെയാണ് ട്രഡീഷണൽ മെത്തേഡായ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് നിങ്ങൾക്ക് റിട്ടേൺ വന്നിരിക്കുന്നത്. അപ്പോൾ അലോക്കേഷൻസ് ഒരു അത്യാവശ്യം ഒരു സൈസ് നിങ്ങൾക്ക് ആയിക്കഴിഞ്ഞ്, ഇപ്പോൾ എസ്പെഷ്യലി നിങ്ങളൊരു റിട്ടയർമെൻറ്റിലേക്ക് അടുക്കുകയാണ്, അങ്ങനെ ആ ഒരു ടൈമിലേക്കുള്ള ഒരു ഫണ്ട് സൈസ് അലോക്കേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, റിട്ടയർമെൻറ്റ് കോർപ്പസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അലോക്കേഷൻ കുറച്ചൊരു കമ്മോഡിറ്റി ബേസ്ഡ് അലോക്കേഷനും കൂടി എടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു മാർക്കറ്റ് കറക്ഷനുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹെഡ്ജിങ് എന്നുള്ള രീതിയിലേക്ക് ഈ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ അലോക്കേഷൻ ഉള്ളത് നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്കും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതല്ലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 10 ലക്ഷത്തിന് ആയിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ കയറി SIFലേക്ക് എൻ്റർ ചെയ്യണം എന്നല്ല പറയുന്നത്. നിങ്ങളുടെ ആവശ്യകതകൾ നോക്കുക, ടോട്ടൽ പോർട്ട്ഫോളിയോ എത്രയാണെന്നുള്ളത് എൻ്റെ മൊത്തത്തിലൊരു അനാലിസിസ് നടത്തി നിങ്ങൾക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ്, ഗോൾസുകൾക്ക് വേണ്ട ഒരു പ്ലാനിങ് കൃത്യമായിട്ട് നടത്തിയിട്ട്, അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ സെഷൻ കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഞങ്ങളുടെ ടീമുണ്ട്. നിങ്ങൾക്കൊരു പേഴ്സണലൈസ്ഡ് ഡിസ്കഷൻ വേണമെങ്കിൽ അവരായിട്ട് ഡിസ്കസ് ചെയ്താൽ അവരിതിന് വേണ്ട ഒരു അലോക്കേഷൻ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ള സജഷൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ മോണിറ്റർ ചെയ്ത് പോവുക. അതിൽ തന്നെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നത് വെച്ചാൽ ഇവിടെ ഞങ്ങളുടെ ഒരു ടീമുണ്ട്. അപ്പോൾ ആ ടീമും ഈ ഫണ്ടുകളുടെ ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തും. അപ്പോൾ അത് ചേഞ്ച് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഒരു എക്സിറ്റ് ചെയ്ത് പുതിയൊരു ഫണ്ടിലേക്ക് മാറ്റി ഇതാക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ അതിൻ്റെ ഒരു സജഷനോ സപ്പോർട്ടോ തരും. അപ്പോൾ ഈ രീതിയിൽ സപ്പോർട്ടുകൾ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞാൽ ഇപ്പം നിങ്ങളെല്ലാവരും തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇൻഷുറൻസിൻ്റെ ഒരു സ്റ്റഡി വന്നത്, മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ. അതിൽ തന്നെ മറ്റൊരു ഇത് വന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ കേരളത്തിലാണ് അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നതും പൈസ നഷ്ടപ്പെട്ടിട്ടുള്ള കേസുകൾ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾക്ക് പോകുമ്പോൾ എപ്പോഴും തന്നെ ശ്രദ്ധിക്കുക, റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു സെബി അപ്രൂവലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റിൽ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെച്ചാൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു കംപ്ലയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉദാഹരണത്തിന് നിങ്ങൾ ഞങ്ങൾ മുഖാന്തരമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ നടത്തുന്നത്, നാളെ നിങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകളെല്ലാം തന്നെ ഈ റെഗുലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് റെഗുലേറ്ററെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും സപ്പോർട്ട് കിട്ടാൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ന്യൂസിൽ ഞാൻ വായിച്ചൊരു ഇതാണ്, നമ്മുടെ കേരളത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ഫിനാൻസ് സ്ഥാപനം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 2000-3000 കോടിയോളം ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് അവർ പൂട്ടി പോയി. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും തന്നെ ഇതിൻ്റെയൊക്കെ ആയിട്ട് കേസുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നു, അതിൻ്റെ MD പിടിക്കുന്നു, അറസ്റ്റൊക്കെ ചെയ്തു. അതിനുശേഷം ആ വ്യക്തി ഈ 2000 കോടിയോളം തിരിച്ചു കൊടുക്കും എന്നുള്ള രീതിയിൽ വെച്ചിട്ടൊരു ഹൈക്കോടതി ജാമ്യം കൊടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ജാമ്യം കൊടുത്തിട്ട് കുറേ നാളെ ഇപ്പോഴും ഈ പറഞ്ഞവർക്ക് ഫണ്ടുകൾ കിട്ടിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇവരുടെ ടീമും EDയും അങ്ങനെ ഏതൊക്കെ ടീമും കൂടി ഇപ്പോൾ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം ഇതിന് ജാമ്യം റദ്ദാക്കി ഇതാക്കുന്നതിന് വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ അവിടെ സുപ്രീം കോടതിൻ്റെ വേർഡിക്റ്റിൽ അവിടുത്തെ ജഡ്ജ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, നിങ്ങൾ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ദേശസാൽകൃത ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ബാങ്കുകളിലുള്ള ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ പോകായിരുന്നു. നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള അത്യാഗ്രഹം എന്നുള്ള രീതിയിൽ പോയത്. അപ്പോൾ അൺറെഗുലേറ്റഡ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഇതിന് നിങ്ങളത് പോയത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ട്, ആ റിസ്ക്കും നിങ്ങൾ ചുമക്കാൻ ബാധ്യസ്ഥരാണ് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിന് പോകുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എപ്പോഴും തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ നടത്തുമ്പോൾ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ നോക്കി. ഇപ്പോൾ എല്ലാവരും പറയും ആട് ഇത് മാഞ്ചിയം തേക്ക് എന്നുള്ള സ്കീമുകൾ, ഈ ഫോറിൻ കറൻസി ട്രേഡ് അങ്ങനെയുള്ള സ്കീമുകളൊക്കെ കുറേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷെ ഒരിക്കലും അങ്ങനെയുള്ള ഇതുകളിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ നടത്തുമ്പോൾ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റെഗുലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാവരും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുമ്പോൾ നിങ്ങളുടെ പേരിൽ തന്നെ
ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ നടത്തി. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താം, നിങ്ങളുടെ പൈസ എൻ്റെ പേരിലേക്ക് നിങ്ങൾ എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങൾ എനിക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് ഞാനത് ചെയ്യുന്നു, അതിൽ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തരും, ചിലപ്പോൾ നിങ്ങൾക്ക് തന്നോളണമെന്ന് പോലുമില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകളോ കാര്യങ്ങൾക്കോ പോവാതെ എപ്പോഴും റെഗുലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ പേരിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ നടത്തി പോവുക. SIF-ന് ഡിമാറ്റ് വേണമെന്നില്ല, നമുക്ക് നേരിട്ട് ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ആ രീതിയിൽ. അപ്പോൾ അതിന് വേണ്ടത് ഇപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട്സില്ല. അപ്പോൾ നിങ്ങൾ ആരുടെ പേരിലാണ് തുടങ്ങുക, ആ വ്യക്തിയുടെ അഡ്രസ് പ്രൂഫ് അല്ലെങ്കിൽ പാന്, ബാങ്ക് പ്രൂഫ്, റിഡംഷൻ ഓർഡർ ഇട്ട്. പിന്നെ മ്യൂച്വൽ ഫണ്ട്സിന് പിന്നെ വെച്ചാൽ നമുക്ക് ഈ മാർക്കറ്റ് അവേഴ്സ്, ഈ ട്രേഡിംഗ് ഡേയ്സിൽ എല്ലാം എപ്പോൾ വേണമെങ്കിലും സെല്ല് ചെയ്യാം. ഈ SIF-ന് വെച്ചാൽ ആഴ്ചയിൽ 2 ദിവസമാണുള്ളത് നമുക്ക് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഡെറ്റ് ഫണ്ടിൽ എടുക്കണമെങ്കിൽ അന്നത്തെ ഇതിലെടുക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ്. അപ്പോൾ ഇനി അഥവാ അല്ലെങ്കിൽ തന്നെ T+2 എന്നുള്ള രീതിയിലാണല്ലോ ഉള്ളത്. ഇതും അതുപോലെ തന്നെ, പക്ഷേ എല്ലാ ദിവസവും നമുക്ക് സെല്ല് ചെയ്യാൻ അതിൽ കിട്ടും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് മാറും. ഇതിൽ ആഴ്ചയിൽ 2 ദിവസമാണ് ഉണ്ടാവുക നമുക്ക് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ്റെ. ആ സെല്ല് ചെയ്യണ ആ 2 ദിവസം മാത്രം അവർ NAV പബ്ലിഷ് ചെയ്തിട്ട്, NAV എല്ലാ ദിവസവും വരും, അത് അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന സെല്ല് ഓപ്ഷൻ ഉള്ളത് 2 ദിവസം അന്നത്തെ NAV-യിൽ വരുള്ളൂ. ആ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ കംപ്ലീറ്റ് ഇതിലേക്ക് പോകരുത്. മറ്റേതുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കണോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സർ ഓക്കെ, മനസ്സിലായി. ഇപ്പോൾ സാർ ഇപ്പോൾ SIF 10 lakh കൊടുക്കുന്നു, 10 lakhന് അലോക്കേഷൻ കിട്ടുമോ, യൂണിറ്റ്സ് കിട്ടുമോ എന്നല്ലേ. ഇപ്പോൾ ഞങ്ങൾ ഡീൽ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ സാറിന് എങ്ങനെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഒരിക്കലും എൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്കോ സാറിൻ്റെ പൈസ നമ്മൾ മേടിക്കുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നത് സാറിൻ്റെ ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ്സ് മേടിച്ചിട്ട് സാറിൻ്റെ പേരിൽ തന്നെയാണ് ഈ ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. സാറിൻ്റെ ഈ എമൗണ്ടും നേരെ ഈ ഫണ്ട് ഹൗസിലേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ ആവുന്നത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിലെ പോലെ തന്നെയാണ് ഇതിൽ ഞങ്ങൾ ഒന്നും കണ്ടുമില്ല. എനിക്ക് ബെനിഫിറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ ഇപ്പോൾ ഈ ടോട്ടൽ ഫണ്ട് സൈസിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയും, അത് വേരി ചെയ്യും. പല നമ്മൾ എടുക്കുന്ന ഫണ്ടിൻ്റെയോ ഇതിനനുസരിച്ച് 0.5 to 1.75 2% വരെ ഉണ്ടാവുക. അപ്പോൾ അത് വേരി ചെയ്യും. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അത് ഫണ്ട് ഹൗസിനാണ് പോകുന്നത്. ഈ ഫണ്ട് ഹൗസിൻ്റെ നിന്ന് എനിക്ക് ഞങ്ങളിത് ബിസിനസ് ചെയ്യണതിൻ്റെ ഞങ്ങൾക്കൊരു ബിസിനസ് ഫീ അല്ലെങ്കിൽ ഒരു ബിസിനസ് കമ്മീഷൻ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അല്ലാതെ വേറെ ചാർജസ് ഒന്നും തന്നെ ഞങ്ങൾ എടുക്കുന്നില്ല. ഇതെല്ലാം തന്നെ കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആണ്. അല്ലേ സാർ ചോദിച്ചു, അതേ പറഞ്ഞു ചോദിച്ചു. ഓക്കെ. മനസ്സിലായി. അല്ല, ഇപ്പോൾ LIC-യിലേക്ക് ഇപ്പോൾ സാറിന് അറിയില്ല, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തൊരു ഹ്യൂജ് എമൗണ്ട് അതിൽ ചാർജസോ അല്ലെങ്കിൽ കമ്മീഷനായിട്ട് അലോക്കേഷൻ കൂടുതൽ വരും. ഇതിനങ്ങനെയില്ല. SIF-ന് ലോക്കിനില്ല. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു ഡെറ്റ് ഫണ്ട് ആണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു 5 years ടൈം ഫ്രെയിമിലെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ആയിട്ട് ഇരുന്നാലാണ് നമുക്ക് ഇതിനെക്കൊണ്ടൊരു ബെനിഫിറ്റ് വരുന്നുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നല്ലൊരു റിട്ടേൺ നമുക്ക് ചിലപ്പോൾ ജനറേറ്റ് ആവും. പക്ഷേ എപ്പോഴും അങ്ങനെ ഒരു 5 years അല്ലെങ്കിൽ 6 years നിങ്ങൾ ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരുന്നാലാണ് നല്ലൊരു വളർച്ച ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് കോമ്പിനേഷൻ ഉണ്ട്. നമുക്ക് ബ്ലൂ ചിപ്പ് മാത്രം അങ്ങനത്തെ വേണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ നമുക്ക് മിഡ് സ്മോൾ അലോക്കേഷൻ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അത് ഓപ്ഷൻസ് ഉണ്ട്. അത് എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ലോങ് ടൈമിലേക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചില ടൈമിൽ ബ്ലൂ ചിപ്പ് വന്നതിനെക്കാട്ടും റിട്ടേൺ കൂടുതൽ സ്മോൾ ക്യാപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വേരി ചെയ്യാം. പക്ഷേ നമ്മൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നമ്മൾ ഒരിക്കലും ഒരെണ്ണത്തിൽ മാത്രം ഫോക്കസ് ചെയ്യരുത്. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇടാൻ നോക്കുക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ SIF-ൻ്റെ ഉള്ളത് ഇപ്പോൾ ബന്ധൻ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഉണ്ട്, ICICI-യുടെ ഉണ്ട്. ഇപ്പം മെയിൻലി വന്നിട്ടുള്ളത് ഇപ്പോൾ ഹൈബ്രിഡും ഇക്വിറ്റിയുടെയും ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ ഇക്വിറ്റിയുടെ തന്നെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ചോദിച്ച പോലത്തെ മിഡ് സ്മോൾ ഒരു അലോക്കേഷൻ ആയിട്ടുള്ളൊരു ഫണ്ട് ഉണ്ട്. ഇനിയിപ്പം ലാർജ് ക്യാപ് ലോഞ്ച് ഓൾറെഡി
അവർ NFO കഴിഞ്ഞു, ഇപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ SIF മറ്റൊരു ഇതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ SIP ഓപ്ഷൻ ഇല്ല. ലംസം മെത്തേഡിലുള്ള ഇത് മാത്രമാണ് SIF ഇപ്പോൾ ഉള്ളൂ. ഡെപ്റ്റും കാര്യങ്ങളുണ്ട്. ഹൈബ്രിഡ് ആണ് ഇപ്പോൾ വേണമെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഈ ഒരു കണ്ടീഷൻ ഇങ്ങനത്തെ ഇതായതുകൊണ്ട് ഇപ്പോൾ ഹൈബ്രിഡ് ആണ്. സെറോദയുടെ ആപ്പിൽ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അല്ല, ഇപ്പം നമുക്കിപ്പോൾ ഏതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് എടുക്കൂലേ, അതുപോലെ തന്നെ ഈ ഫണ്ട് ഹൗസിൻ്റെ ഇതിൽ അപ്പോൾ അതിൽ അവരിത് എംപാനൽഡ് ആയി അവർ ആ പ്രൊഡക്ട്സ് അതിൽ എംപാനൽഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാത്ത രീതിയിൽ എടുത്ത് ഞങ്ങളുടെ ഇവിടെ ഇൻവെസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ അത് റിഫ്ലക്റ്റ് ആവും. ക്ലയൻസിൻ്റെ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ല, ഞങ്ങളുടെ ഒരു ആപ്പ് ഉണ്ട്, അതിൽ കിട്ടും. അല്ല, ഓൺലൈനിൽ ഇതിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാറിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറിൻ്റെ ഡീറ്റെയിൽസുകൾ കാര്യം സോഫ്റ്റ് കോപ്പീസ് മതി, സാറ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. ഞങ്ങളത് ഇവിടെ നിന്ന് അവരുടെ സൈറ്റിൻ്റെ ഇതിൽ ഫില്ല് ചെയ്തിട്ട് ഈ കോപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നേരിട്ട് ക്ലയൻറ്റിന് ഈ ആപ്പ് ത്രൂ ചെയ്യാൻ പറ്റുമെന്നുണ്ട് സാർ. അതിപ്പോൾ SIFൻ്റെ അങ്ങനെ ആയിട്ടില്ല, ഫ്യൂച്ചറിലാവും. ഇപ്പോൾ അതിൻ്റെ സപ്പോർട്ട് ആയിട്ടില്ല. മ്യൂച്വൽ ഫണ്ട്സിന് അങ്ങനെ ചെയ്യാം. SIF ഇപ്പോൾ ഇതിൽ അങ്ങനെ ആയിട്ടില്ല. വരും, അധികം വൈകാതെ വരും അതും. കാരണം ഇപ്പോൾ എല്ലാവരും തന്നെ സ്വയം ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ അതിൽ തന്നെ ചെയ്യാനാണ്. അത് വരും, അധികം വൈകാതെ വരും. ഇപ്പോഴത്തെ ഒരു ഇതിൽ വന്നിട്ടില്ല എന്ന് മാത്രം. ഇവിടെ നിങ്ങൾക്ക് സിലിണ്ടറിന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി തരണ്ട, നമ്മളുടെ ഒരു കണക്ഷൻ ഉണ്ട്, അതിലേക്ക് വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വരും. അപ്പോൾ ഞങ്ങളത് റിഡംഷൻ ഓർഡർ പ്ലേസ് ചെയ്യും. അപ്പോൾ പ്ലേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ SMS അല്ലെങ്കിൽ മെയിലായിട്ട് സാറിന് വരും. സാറ് അതിൽ കയറി അപ്രൂവ് ചെയ്താൽ മാത്രമേ ഇതാവും. അല്ല, ഫിസിക്കൽ കോപ്പി ഒന്നും വേണ്ട, നമുക്കല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. SIFൻ്റെ മെറ്റീരിയൽസ് ആയിട്ട് അവർ തന്നിട്ട് ഞാൻ ഷെയർ ചെയ്യിപ്പിക്കാം. കിരണ്